പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് മാർച്ച് മാസം 19-ാം തീയതി ബുധനാഴ്ച. ഇന്നൊരു അത്ഭുത ദിവസമാണ്. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുന്നാൾ സഭ ആഘോഷിക്കുന്ന ദിവസമാണ്. നമ്മുടെ കുടുംബങ്ങളുടെ പാലകനാണ്, നമ്മുടെ കുടുംബങ്ങളുടെ സംരക്ഷകനാണ് വിശുദ്ധ ഔസേപ്പ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഭവനത്തിന്റെ എല്ലാ ദോഷങ്ങളും ഇന്ന് വിട്ടുമാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. വീട് പണിതിട്ട് അതിൽ ജീവിക്കാൻ പറ്റാതെ പലവിധ അസ്വസ്ഥതകളും രോഗങ്ങളും കടങ്ങളും തൊഴിൽ തടസ്സങ്ങളും തൊഴിൽ ബന്ധനങ്ങളും നേരിടുന്ന അനേക മക്കളുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിന്റെ മധ്യസ്ഥതയാണ് ആ പ്രശ്നങ്ങൾക്കെല്ലാം ഇന്ന് പരിഹാരമാകട്ടെ. ഇന്ന് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും. നിങ്ങളുടെ കച്ചവട തടസ്സമാകട്ടെ, നിങ്ങളുടെ തൊഴിൽ തടസ്സമാകട്ടെ, കല്യാണ തടസ്സമാകട്ടെ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയാകട്ടെ, വിസയുടെ തടസ്സങ്ങളാകട്ടെ, കുഞ്ഞുങ്ങളുടെ പരീക്ഷ കാലഘട്ടത്തിൽ അവരുടെ പഠന തടസ്സങ്ങളാകട്ടെ, വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുന്നാൾ ദിനമായ ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദിവസമാണ്. യേശു തന്റെ വളർത്തുപിതാവായ ഔസേപ്പിതാവിന്റെ മധ്യസ്ഥതയാൽ നിന്റെ വീടിനെ മോചിക്കുന്ന ദിവസമാണ്. നിന്റെ പറമ്പിന്റെ ബന്ധനങ്ങൾ അഴിക്കുന്ന ദിവസമാണ്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. പള്ളിക്കുന്ന് മാതാവിന്റെ അത്ഭുത ദേവാലയ അങ്കണത്തില് എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പില് നിങ്ങളെ ഞാൻ ഓരോരുത്തരെ സമർപ്പിക്കുക. നിങ്ങൾ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകളും ഞാൻ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ഓരോ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള അസ്വസ്ഥതകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള ഇരുളിനെ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള നിരാശകൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള കുടുംബ തകർച്ചകൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹരാഹിത്യങ്ങൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖലയിൽ കുരുക്കഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണ തടസ്സങ്ങൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലത്തിന്റെ കച്ചവട തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അപ്പൊ അതുകൊണ്ട് ഇന്ന് വിശ്വാസത്തോടെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുക. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. വിശുദ്ധ ഔസേപ്പ്, നീതിമാനായ ഔസേപ്പിന്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം സ്വർഗം ഇന്ന് വരദാനങ്ങൾ അയച്ചു തരും. ആ വരദാനങ്ങള് നമ്മളുടെ മോചനത്തിന് കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുക. നമുക്കിന്ന് തന്നിരിക്കുന്ന വചനം, പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നത്: ലോകത്തിന്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രഹാത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിന്റെ നീതിയിലൂടെയാണ് ലഭിച്ചത്. പ്രിയപ്പെട്ടവർ, അപ്പോൾ ഈ വിടുതൽ ഔസേപ്പിതാവിന്റെ ദിവസം, ഈ വിമോചന പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന വിമോചനങ്ങള് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിലൂടെയാണ്. ഏത് പ്രോബ്ലം ആണെങ്കിലും, ഏത് ബന്ധനമാണെങ്കിലും, ഏത് കുരുക്കാണെങ്കിലും ഇത് കേട്ട് പുറത്തേക്ക് ഇറങ്ങിക്കോ. ആ കുരുക്ക് അഴിയപ്പെടുക തന്നെ ചെയ്യും. ആ ബന്ധനം വിട്ടുമാറുക തന്നെ ചെയ്യും. കാരണം ഇന്ന് ഔസേപ്പിതാവിന്റെ മരണ തിരുനാളാണ്. വളർത്തുപിതാവായി ഔസേപ്പിതാവ് നമുക്ക് വേണ്ടി ഇന്ന് മാധ്യസ്ഥം വഹിക്കുന്ന ദിവസമാണ്. നമ്മുടെ കുടുംബങ്ങളുടെ പാലകന്. അപ്പൊ ഒരു നരക ശക്തിയും നമ്മുടെ കുടുംബങ്ങളെ ആഞ്ഞടിക്കാൻ, നമ്മുടെ സമ്പത്തിനെ ആഞ്ഞടിക്കാൻ, നമ്മുടെ തൊഴിൽ മേഖലയെ ആഞ്ഞടിക്കാൻ വിശുദ്ധ ഔസേപ്പ് സമ്മതിക്കില്ല. അപ്പൊ വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് നമുക്ക് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന, ഡെലിവറൻസ് പ്രയറിലേക്ക് പ്രവേശിക്കാം. കരമുയർത്തി എല്ലാവരും 2 സെക്കൻഡ് ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. അച്ഛൻ വിമോചന പ്രാർത്ഥന ചൊല്ലുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്വന്തം രക്തത്താൽ ഈ ദൈവജനത്തെ സ്വന്തമാക്കിയ കർത്താവിന്റെ അധികാരത്തിലെ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളും, അവയുടെ ദുഷ്ടതകളും, അവയുടെ ചതിപ്രയോഗങ്ങളും, അവയുടെ തടസ്സപ്പെടുത്തലുകളും, അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം വിശുദ്ധ ഔസേപ്പിതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ വിട്ടുപോകണമെന്ന് ഞാൻ യേശു നാമത്തിൽ ആജ്ഞാപിക്കുന്നു. ഇനിമേലിൽ ഇവരെ ശല്യം ചെയ്യാൻ പാടില്ല.
ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെയും ദുഷ്ടാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിച്ച് ഉപേക്ഷിക്കുന്നു. യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാണ്, അവിടുത്തെ കുരിശുമരണത്തിന്റെ യോഗ്യതയാണ് പിശാചുക്കളെ നിങ്ങളെ ഞാൻ നിർവീര്യമാക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ നിങ്ങളെ ഞാൻ തള്ളിക്കളയുന്നു. അമലോത്ഭകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെയും നീതിമാനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ വിശുദ്ധ ഗിർവർഗീസിന്റെയും വിശുദ്ധ ബെനഡിക്റ്റിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും യോഗ്യതയും മധ്യസ്ഥതയും ഇന്ന് ഈ ദൈവജനത്തിന് അഭയം കോട്ടയുമായിരിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. യേശു എനിക്ക് നൽകിയിരിക്കുന്ന എന്റെ പൗരോഹിത്യത്തിൽ നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് മർക്കോസ് 16:17 അഭിഷേകത്താൽ ദുഷ്ടാത്മാക്കളെ ദുഷ്ടാരൂപികളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, ഈ മക്കളിൽ നിന്ന് എല്ലാ കാലത്തേക്കുമായി ദൂരെ പോയി ഇനി ഒരിക്കലും മടങ്ങി വരാത്ത വിധത്തിൽ യേശുക്രിസ്തുവിന്റെ കുരിശിൻ ചുവട്ടിൽ നിത്യനരാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയ സഹോദരങ്ങളെ, അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ്. ഈ തപസ് കാലത്ത് നമ്മളെല്ലാവരും ശുശ്രൂഷകരായി മാറണം. ആ ശുശ്രൂഷകരാകാനുള്ള ഏറ്റവും ഒരു വലിയ വഴിയാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പ്രചരിപ്പിക്കുക. ഇത് നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുക, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുക. വിശ്വാസത്തോടെ ഈ തപസ് കാലത്ത് ഓരോ ദിവസങ്ങളിൽ ഒരു 10 പേർക്കെങ്കിലും ഇത് നിങ്ങൾ അയച്ചു കൊടുക്കും മക്കളെ. എന്നിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ജീവിതത്തിലെ കുരുക്കളെല്ലാം വിട്ടുമാറും. അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഉടനെ തന്നെ 21-ാം തീയതി അച്ഛന് തൃശ്ശൂർ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തില് വലിയൊരു ശുശ്രൂഷ കർത്താവ് ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയില് അവിടുത്തെ ദൈവജനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കോട്ടയം മുണ്ടക്കയം സെന്റ് മേരീസ് പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഭാഗങ്ങളിലൊക്കെ അച്ഛന്റെ ധ്യാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് ബഹിഷ്കരണ ധ്യാനമായിരിക്കും, ഡെലിവറൻസിന്റെ ധ്യാനമായിരിക്കും. സാത്താന് അവന്റെ സകലവിധ കുതന്ത്രങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്ന ധ്യാനമായിരിക്കും. മുണ്ടക്കയം പള്ളിയിൽ അച്ഛൻ ഒരുക്കുന്നത് ഒരു യൂക്കറിസ്റ്റിക് ബൈബിൾ കൺവെൻഷനാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവിടുത്തെ വികാരിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടുത്തെ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ടൗണിലെ എല്ലാ പള്ളികളെയും അവിടുത്തെ എല്ലാ വികാരിച്ചന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.